നമുക്കൊന്ന് തനി നാടൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ഇവിടെ ഞാൻ ചക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പുളിപ്പ് വന്നിട്ടുണ്ട്. നല്ല മധുരമൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ ചക്ക. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ചക്ക ചുള തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയൊരു മൂടി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് നല്ല ജീരകം കൂടി എടുത്തിരിക്കുന്നത് കേട്ടോ. ചിലവർ ഇതിലോട്ട് കുരുമുളകൊക്കെ ഇടും. ഞാൻ കുരുമുളകൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കുക്കറിലേക്ക് ആണെങ്കിൽ. അപ്പോൾ ഞാൻ ചക്ക ഒരു ചീനിച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിലാണ് ഇവിടെ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ ഉപ്പ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താലും മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ പാകം കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചക്ക വേവാൻ ആവശ്യമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ടൈപ്പിലൊരു നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലെ ഗ്ലാസ് വെച്ചിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരാളെയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ അതിൻ്റെ ചക്കക്കുരുവാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചക്കക്കുരും കൂടി ഇടും കേട്ടോ. നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകും കൂടിയിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. പച്ചമുളക് അത്ര എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു 5 എണ്ണമൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെറിയുള്ളിയേക്കാളും വെളുത്തുള്ളി കൂടുതൽ ചേർക്കും ഇവിടെ. ചിലയിടങ്ങളിൽ ചെറിയുള്ളി ചേർക്കാറില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറിയുള്ളിയോളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ജാറിലോട്ട് തന്നെ കഴുകുന്നൊന്നുമില്ല, അതിലോട്ട് തന്നെ നമ്മുടെ തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അല്ലാതെ തന്നെ ഒന്ന് കറക്കിയെടുക്കാനാണ് കേട്ടോ പോകുന്നത്. ഇതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഓടിച്ചിട്ട് വരാം നമുക്ക്. അപ്പോൾ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചക്കയൊന്നും ആയോ നോക്കാം നമുക്കിനി. അപ്പോൾ ഞാൻ നമ്മുടെ ചക്ക തുറന്ന് നോക്കിയതാണ്. ഒരുവിധം വെന്തിട്ടുള്ളൂ, നന്നായിട്ടൊന്നും ആയിട്ടില്ല. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ വെള്ളം പോരെ, കുറച്ചുകൂടി നമ്മുടെ ചക്ക വേവേണ്ടതുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകണം. എന്നതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് നേരം കൂടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതേപോലെ നമ്മുടെ തേങ്ങ ചതച്ചതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചിട്ട് ഒന്ന് വേവിക്കേണ്ടതുണ്ട്. ഇതൊന്നും നമുക്ക് അടച്ചിട്ടൊന്ന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് തേങ്ങയ്ക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. എല്ലാം തന്നെ നമ്മുടെ ചക്ക എല്ലാം തന്നെ വെന്ത് നല്ലവണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് നിങ്ങൾക്ക് ചക്കയൊക്കെ കുഴഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തി ആയിട്ടുള്ള പരുവത്തിൽ നമുക്ക് കിട്ടും. എനിക്ക് എന്താണെങ്കിലും ഈ രീതിയിൽ മതി. ഇതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, നാടൻ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുക കേട്ടോ.
അത്രയേ ഉള്ളൂ. നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കൂടെ കോമ്പിനേഷനായിട്ട് അച്ചാറാണോ അതോ നല്ല കറികളാണോ എന്താണോ ഉള്ളത് അതിനോടൊപ്പം കഴിക്കാവുന്ന കിഡ് നമ്മുടെ ചക്കപ്പുഴുക്കാണിത്. എല്ലാവരും തന്നെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.